ഇസ്രയേലിനെ പിടിവിടാതെ ഇറാൻ ഇപ്പോൾ ടെൽ അവീവിൽ നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇസ്രയേലിൽ എത്ര വലിയ സുരക്ഷാ വലയത്തിൽ ഒളിച്ചിരുന്നാലും ഞങ്ങളുടെ കൈകൾ നിങ്ങളെ തേടിയെത്തും. മൊസാദിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഇറാൻ അനുകൂല സൈബർ പോരാളികളായിട്ടുള്ള ഹാൻഡാല ഗ്രൂപ്പിന്റെ പരസ്യ വെല്ലുവിളിയാണ്. ടെൽ അവീവ് ഹൈവേയിൽ വെച്ചുണ്ടായ ദുരൂഹമായിട്ടുള്ള ഒരു കാർ ബോംബാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാസങ്ങളോളം മൊസാദിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥയെ നിരീക്ഷിച്ച് അവരുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്ത് നടത്തിയ ആ ഒരു ഭീകര ഓപ്പറേഷന്റെയും അതിന് പിന്നിലെ കളി മാറിയ യുദ്ധതന്ത്രത്തിന്റെയും വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധം കനക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ കനത്ത യുദ്ധം തുടരുന്നതിനിടയിൽ ഇസ്രയേലിന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെൽ അവീവിൽ ഒരു കാർ അപകടം ഉണ്ടാകുന്നു. ഒരു കാറിൽ സ്ഫോടനം ഉണ്ടാകുന്നു. ആ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ഇറാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്രയേൽ പ്രതിരോധം കടുത്ത ആശങ്കയിലാണുള്ളത്. കൊട്ടി ആഘോഷിക്കപ്പെടുന്ന ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഹാൻഡാല ഗ്രൂപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു സ്ഫോടനം പെട്ടെന്നുണ്ടായ ഒന്നല്ല എന്നും കൊല്ലപ്പെട്ട മൊസാദ് ഉദ്യോഗസ്ഥയുടെ ഓരോ നീക്കങ്ങളെയും മാസങ്ങളായിട്ട് തങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. സൈബർ ലോകത്തെ ചാരക്കണ്ണുകളിലൂടെ ഇസ്രയേലിന്റെ അതീവ സുരക്ഷിത മേഖലകളിൽ പോലും തങ്ങൾക്ക് കടന്നു കയറാൻ കഴിയുന്നുവെന്ന് ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിക്കുകയാണ് ഇപ്പോൾ ഇറാന്റെ സൈബർ വിപ്ലവ സഖ്യത്തിന്റെ ഭാഗമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഹാൻഡാല കൊല്ലപ്പെട്ട വനിതാ മൊസാദിന്റെ ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻസ് എന്ന അതീവ രഹസ്യ ശാഖയുടെ ഉയർന്ന ഉദ്യോഗസ്ഥയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇറാനെതിരെ ആഗോളതലത്തിൽ ഇസ്രയേൽ നടത്തുന്ന വിവരശേഖരണങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാന കണ്ണിയാണ് തങ്ങൾ വിജയകരമായിട്ട് ഇല്ലാതാക്കി എന്നാണ് ഇറാൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് പറയുന്നത് ഇസ്രയേലിന്റെ മണ്ണിൽ വെച്ച് തന്നെ തങ്ങളുടെ പ്രധാന ശത്രുവിനെ വധിച്ചതിലൂടെ വലിയൊരു നയതന്ത്ര മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് നൽകുന്നത്. ഇസ്രയേലിൽ എത്ര വലിയ സുരക്ഷാ വലയത്തിലും മിസൈൽ പ്രതിരോധ കോട്ടയ്ക്കുള്ളിലും ഒളിച്ചിരുന്നാലും ശത്രുക്കൾക്ക് തങ്ങളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഹാൻഡാലയുടെ ഈ ഒരു ഭീഷണി. എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തൽ ഇസ്രയേലി ജനതകൾക്കിടയിലും ഉദ്യോഗസ്ഥർക്കിടയിലും വലിയ പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട്. ഈ ഞെട്ടിക്കുന്ന അവകാശവാദങ്ങൾ പുറത്തു വന്നിട്ടും ഇസ്രയേൽ ഭരണകൂടമോ സൈന്യമോ ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കൊല്ലപ്പെട്ട സ്ത്രീക്ക് മൊസാദുമായിട്ട് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ നിലവിൽ യാതൊരുവിധ പൊതു തെളിവുകളും ലഭ്യമായിട്ടില്ല. ഇത് വെറും ഒരു സാധാരണ കാർ സ്ഫോടനമാണോ അതോ അന്താരാഷ്ട്ര ചാരയുദ്ധത്തിന്റെ ഭാഗമാണോ എന്ന കാര്യത്തിൽ ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോഴും കടുത്ത അന്വേഷണത്തിലാണ്. കേവലം ഡിജിറ്റൽ ലോകത്തെ ഹാക്കിങ്ങിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഉള്ളിൽ നേരിട്ട് ബോംബാക്രമണം നടത്താൻ തക്കവണ്ണം ശക്തരായി മാറി എന്നത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധമുഖത്തിന്റെ ഗതി മാറ്റുന്നു. ഡിജിറ്റൽ വിവരങ്ങൾ ചോർന്നതിനൊപ്പം തന്നെ യഥാർത്ഥ യുദ്ധകളത്തിലും ഇവർ പ്രഹരമേൽപ്പിക്കാൻ തുടങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും മാരകമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. എന്തായാലും ഇസ്രയേൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് വാഹനത്തിനുള്ളിൽ ഏകദേശം 1/2 കിലോഗ്രാം തൂക്കം വരുന്ന അതിശക്തമായിട്ടുള്ള സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ്. തിരക്കേറിയ സമയത്ത് ഹൈവേയിലെ ഹോലോ ജംഗ്ഷന് സമീപമാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത്. ടെൽ അവീവിലെ ഈ ഒരു ആക്രമണം വെറും ഒരു തുടക്കം മാത്രമാണെന്നും ഇസ്രയേലിനെ സൈനികമായിട്ട് നയതന്ത്രപരമായിട്ട് മുട്ടുകുത്തിക്കാനും പൂർണ്ണമായിട്ടും തകർക്കാനും ഇറാൻ വലിയൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരേ സമയം സൈബർ യുദ്ധപുറങ്ങളും നേരിട്ടുള്ള ആക്രമണങ്ങളും കൂട്ടിയിണക്കി ഇസ്രയേലിന്റെ പ്രതിരോധ കോട്ടകൾ തകർക്കുകയാണ് ഇപ്പോൾ ഇറാന്റെ ലക്ഷ്യം. എന്തായാലും ഇസ്രയേലിനെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ രംഗത്തെത്തുമ്പോൾ ഇപ്പോൾ ഇസ്രയേലിന്റെ സുരക്ഷാ വലയത്തിന് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കാരണം അവരുടെ സുരക്ഷ ഇപ്പോൾ കേവലം ഒരു എന്തും ചെയ്യാം എന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിർത്തികളിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഇസ്രയേലിനെ അതിന്റെ ഉള്ളിൽ നിന്നും, അതായത് ഒരു രാജ്യത്തിന്റെ സുരക്ഷിത ഹൃദയഭാഗമായിട്ടുള്ള ടെൽ അവീവിൽ വെച്ച് തന്നെ തകർക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ തന്ത്രമാണ്. ഇപ്പോൾ ആ തന്ത്രം പയറ്റുകയാണ് ഇറാൻ. എന്തായാലും ഇസ്രയേലിന്റെ ജനങ്ങൾക്ക് ഭരണകൂടത്തിനുള്ളിൽ വലിയ ഭീതി വിതച്ചുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം കെടുത്താനാണ് ഇറാൻ അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നത്. ഇസ്രയേലിനെ ഏത് നിമിഷവും തകർക്കാൻ തക്കവണ്ണമുള്ള ഇറാന്റെ മിസൈൽ കരുത്തും ഡ്രോൺ സാങ്കേതിക വിദ്യയും നിലനിൽക്കെ ഇപ്പോൾ
രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള ചാരന്മാരെ ഉപയോഗിച്ചും ഇറാൻ കളി തുടങ്ങിക്കഴിഞ്ഞു. ഇസ്രയേലിലെ എത്ര വലിയ സുരക്ഷിത താവളങ്ങളിൽ കഴിഞ്ഞാലും മൊസാദ് ഉദ്യോഗസ്ഥരെ വേട്ടയാടാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാൻ ഇതിലൂടെ തെളിയിക്കുന്നത്. എന്തായാലും ഗസയിലും ലെബനനിലും തുടരുന്ന സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇസ്രയേലിനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് അവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ശത്രുക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ചെറിയൊരു പിഴവിനായി കാത്തിരിക്കുന്ന ഇറാൻ അതിലൂടെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഹാൻഡാല ഗ്രൂപ്പിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇസ്രയേലിന്റെ നാശം വിദൂരമല്ല. സൈബർ ആക്രമണങ്ങളിലൂടെ ഇസ്രയേലിന്റെ അതീവ രഹസ്യ ഡാറ്റകൾ ചോർന്നതിനപ്പുറം തന്നെ യഥാർത്ഥ ബോംബാക്രമണങ്ങളിലൂടെ അവരുടെ ഉദ്യോഗസ്ഥരെ തെരുവിൽ വധിക്കാൻ തുടങ്ങിയത് ഇസ്രയേലിനെ തീർക്കാൻ ഇറാൻ എടുത്ത കടുത്ത തീരുമാനത്തിന്റെ തെളിവാണ്. ഹാൻഡാല ഗ്രൂപ്പിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. എന്തായാലും ഇസ്രായേലിന്റെ നാശം വിദൂരമല്ല. ഈ സൈബർ ആക്രമണങ്ങളിലൂടെ ഇനി വീണ്ടും ആക്രമണങ്ങൾ നടത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിർണായക നീക്കത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പകരമായിട്ടായിരിക്കാം ഈ ഇറാൻ ഈ ഒരു നീക്കം നടത്തുക. എന്തായാലും ഇസ്രായേലിൽ എത്ര വലിയ സുരക്ഷാ വലയത്തിലും മിസൈൽ പ്രതിരോധ കോട്ടയ്ക്കുള്ളിലും എങ്ങനെയൊക്കെ ചെന്നിരുന്നാലും ശരി തന്നെ, ഞങ്ങൾ നിങ്ങളെ വകവരുത്തും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആ ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്തെത്തുന്നത്. എന്തായാലും സ്വന്തം രാജ്യത്തിനകത്ത് പോലും സുരക്ഷമല്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നെതന്യാഹുവിന്റെ തലക്കിട്ട് കിട്ടിയ ഒരു വലിയ ഒരു തിരിച്ചടിയാണിത്. തങ്ങളുടെ വിഖ്യാതമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ടെൽ അവീവിൽ ബോംബുകൾ പൊട്ടുമ്പോൾ അത് ഇസ്രയേലി ജനതയ്ക്കിടയിലും ഉദ്യോഗസ്ഥർക്കിടയിലും വലിയ പരിഭ്രാന്തിയാണ് പടർത്തുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് കേവലം ഡിജിറ്റൽ ലോകത്തെ ഹാക്കിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഹാൻഡാല പോലുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇസ്രയേലിന്റെ മണ്ണിൽ നേരിട്ടൊരു സ്ഫോടനം നടത്താൻ തക്കവണ്ണം ശക്തരായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സുരക്ഷയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്തായാലും ഡിജിറ്റൽ വിവരങ്ങൾ ചോരുന്നതിനപ്പുറം തന്നെ യുദ്ധക്കളത്തിലേക്ക് ഇവർ ഇറങ്ങുമ്പോൾ അടുത്തത് എന്തായിരിക്കുമെന്നാണ് ഈ അന്താരാഷ്ട്ര നിരീക്ഷകർ അതിനെ വിലയിരുത്തുന്നത്. കാരണം കൊല്ലപ്പെട്ടത് ഒരു സാധാരണക്കാരിയാണെന്ന് ഇസ്രായേൽ പോലീസ് പറയുമ്പോഴും അത് മൊസാദിലെ അതീവ രഹസ്യ വിഭാഗത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് ഇറാൻ ഗ്രൂപ്പുകൾ ഉറച്ചു പറയുന്നത്. എന്തായാലും ഈ ഒരു ചാര യുദ്ധത്തിൽ ആരുടെ അവകാശവാദങ്ങളാണ് സത്യമെന്നത് ഇപ്പോഴും നിഗൂഢമാണ്. എങ്കിലും ഒന്നുറപ്പാണ്, ഇസ്രായേലിന്റെ മണ്ണിൽ ചോര ചിതറുന്ന ഈ ഒരു പോരാട്ടം എങ്ങോട്ട് തിരിയുമെന്ന് ലോകരാഷ്ട്രങ്ങൾ കടുത്ത ആശങ്കയോടെ നോക്കിക്കാണുകയാണ്. കാരണം ഇസ്രായേല് ഇപ്പോൾ ലെബനിലേക്ക് നടത്തുന്ന ആക്രമണത്തിന് പകരമായിട്ട് ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്ന് ആ ഒരു യുദ്ധം വരാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ഇറാന്റെ പ്ലാനിങ്ങുകൾ പോലും ആർക്കും എന്തൊക്കെയാണ് എന്ന് കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അമേരിക്കയുടെ അത്യാധുനികമായിട്ടുള്ള, അതായത് വിലയേറിയ ആയുധങ്ങൾ നിഷ്പ്രഭമാക്കിയത് ഈ പറയുന്നത് പോലെ തന്നെ ഇറാന്റെ ഡമ്മി ഡ്രോണുകൾ അല്ലെങ്കിൽ മിസൈലുകൾ കൊണ്ടാണ്. കാരണം അവരുടെ ഒരു പ്ലാനിങ്, ഒരു പദ്ധതി എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ പല രീതിയിലായിരിക്കാം ഇറാൻ പ്രവർത്തിക്കുന്നത്. അത് ആർക്കും പറയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ഇസ്രയേലിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ദുരന്തം അക്ഷരാർത്ഥത്തിൽ ട്രംപിനെയും നെതന്യാഹുവിനെയും ഒരേപോലെ അല്ലെങ്കിൽ ഒരേപോലെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. കാരണം അമേരിക്കയിൽ സുരക്ഷ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം അവിടുത്തെ വൈറ്റ് ഹൗസിലെ കാര്യങ്ങളൊക്കെ, അതായത് സ്വന്തം മകന്റെ കല്യാണത്തിന് പോലും എത്താൻ പറ്റാത്ത ട്രംപിനെ നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ അവസ്ഥ. എന്തായാലും നെതന്യാഹു ഏത് ബങ്കറിൽ പോയി ഒളിച്ചാലും അവിടെ പോയി പിടികൂടി അതിനെ ഇല്ലാതാക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്.